with little oil, and in the oil bathing now I make this oil. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഖുഷ്ബൂ മാമിൻ്റെ ഒരു മാജിക്കൽ സ്കിൻ വൈറ്റനിങ് ഓയിലാണിത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മാജിക്കൽ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല. പിന്നെ ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല കളറുള്ള ക്യാരറ്റ് വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പിന്നെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കണ ഓയിലിൻ്റെ കാര്യം പറയണോ, അത്രയ്ക്ക് നല്ലൊരു ഓയിലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും പിന്നെ മുഖത്ത് ഉണ്ടാവണ കറുപ്പ് പാടുകൾ, കുത്തുകൾ, അതുപോലെ തന്നെ വെയിൽ കൊണ്ടുണ്ടാവണ കരിവാളിപ്പ് അതൊക്കെ പോയി കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മുഖക്കുരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പാടുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും, ഇങ്ങനെ കറുപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനൊക്കെ ഈ ഒരു ഓയിൽ തുടർന്ന് യൂസ് ചെയ്തിട്ട് വന്നാൽ മതി. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഈ ഒരു ഓയിൽ ഉണ്ടാക്കുക, എന്നിട്ട് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ തുടർന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലേക്കാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ആൽമണ്ട് ഓയിലോ അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ ചെറിയൊരു അളവിലാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ വെളിച്ചെണ്ണയുടെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ക്യാരറ്റ് മൊരിയുന്നത് വരയ്ക്കൊന്ന് ഇത് തിളപ്പിച്ചിട്ട് എടുത്താലും മതി. ഇപ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു കളറൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫെയർനെസ് ഓയിലാണ് ഇത്. നമുക്ക് കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. പിന്നെ നിങ്ങൾ ഫേസ് മസാജൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലൊക്കെ വെച്ചിട്ട് ഫേസ് മസാജൊക്കെ ചെയ്യാട്ടോ, വളരെ നല്ലതാണ്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചൂടാറിനൊക്കെയായി മുന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഒരു അരിപ്പയിലോട്ടോ അതല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിലോട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല സ്വർണ്ണ നിറത്തിലുള്ള നല്ലൊരു ഫെയർനെസ് ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ അധിക വില കൊടുത്തിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ക്രീമുകളും എണ്ണകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ നാച്ചുറലായിട്ട് വീട്ടിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിലാണിത്. അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണക്കായും കൂടുതൽ നല്ലത് ഇതുപോലെ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാണ്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു പിണ്ടി ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് കുളിക്കണക്കായി മുന്നേ സ്ക്രബായിട്ട് കാലിലും കയ്യിലൊക്കെ തേച്ച് കുളിക്കാവുന്നതാണ്. നമ്മുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള നല്ലൊരു ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. EVN 400 ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ക്യാപ്സ്യൂളാണ് ഞാൻ ഈ ഒരു ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പിന്ന് വെച്ചിട്ട് കുത്തിയെടുക്കുകയോ അതല്ലെങ്കിൽ കത്രിക കൊണ്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു നുള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതൊക്കെ ഇരിക്കും. 1 മാസം വരെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിൽ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അത് നമുക്ക് കുളിക്കണക്കായി മുന്നേ നമ്മുടെ ഫേസിലും ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ കുളിക്കണതൊക്കെ നല്ലതാണ്. പിന്നെ ഫേസ് മസാജ് ഓയിലൊക്കെ ആയിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫേസ് മസാജ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലൊക്കെ ഓയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫേസ് മസാജൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ്. പിന്നെ അത് ദിവസവും രാത്രി 1-2 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ 1-2 ഡ്രോപ്സ് മാത്രമാണ് നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഓയിലി ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്